1125 ജർമ്മനിയിലെ ബെത്ബ്രൂണിൽ നടന്നതാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം. തികഞ്ഞ വിശ്വാസിയായിരുന്ന ഒരു കർഷകൻ തനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ യേശുവിനെ ആരാധിക്കാൻ ഒരു തിരുവോസ്തി എടുത്തുകൊണ്ടുപോയി തൻ്റെ കൃഷിസ്ഥലത്ത് സ്ഥാപിച്ചു. ഒരു ദിവസം അബദ്ധവശാൽ തിരുവോസ്തി താഴെ വീണു. എത്ര ശ്രമിച്ചിട്ടും താഴെ വീണുപോയ തിരുവോസ്തി എടുക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ റേസൻബർഗിലെ മെത്രാനെ വിവരമറിയിക്കുകയും മെത്രാൻ വന്ന് തിരുവോസ്തി ആദരവോടെ എടുക്കാൻ ശ്രമിച്ചു. എന്നിട്ടും തിരുവോസ്തി ഉയർന്നില്ല. എന്നാൽ ദിവ്യകാരുണ്യ അത്ഭുതത്തിൻ്റെ ആദരവിനായി അവിടെ ഒരു ദേവാലയം സ്ഥാപിക്കാം എന്ന് ദൈവത്തോട് വാഗ്ദാനം ചെയ്തപ്പോൾ തിരുവോസ്തി താനെ ഉയർന്നു വന്ന് മെത്രാൻ്റെ കയ്യിലിരുന്നു. 1125 തന്നെ ദേവാലയം പണികഴിപ്പിക്കുകയും ആ തിരുവോസ്തി അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. 1330 ഒരു വലിയ അഗ്നിബാധ ഉണ്ടാകുകയും ദേവാലയം ഭാഗികമായി നശിക്കുകയും ചെയ്തു. ബാക്കി വന്ന തൂണിന്മേൽ രണ്ടാമതും ദേവാലയം പണികഴിക്കുകയും ചെയ്തു. ഇന്നും ഈ ദേവാലയം ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമായി നിലകൊള്ളുന്നു. പ്രാർത്ഥന. ഓ ദിവ്യകാരുണ്യ ഈശോയെ, എല്ലാവരാലും ആരാധിക്കപ്പെടുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ കർത്താവേ, എന്നെ ആരാധിക്കുന്ന വ്യക്തിയാക്കി മാറ്റണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.